ഇറാനിൽ പ്രക്ഷോഭത്തിന്റെ മറവിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയതിന്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനയി. ഡൊണാൾഡ് ട്രംപ് ഏറ്റവും വലിയ ക്രിമിനലാണെന്നും ഖാംനയി. പ്രക്ഷോഭം ദുർബലമായെങ്കിലും ഇന്റർനെറ്റ് സൗകര്യം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. 3000-ലേറെ പേരെയാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, ഇറാനിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്, പക്ഷേ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ട്രംപിനെതിരെ ശക്തമായ നിലപാടാണ് അയത്തുള്ള അലി ഖാംനയി സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാണ്? അനീഷ, വലിയ തോതിലുള്ള പ്രതികരണവും തുടർ പ്രതികരണവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖാംനയി നടത്തിയിരിക്കുന്നത്. കാരണം ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്ന് പരമോന്നത ആത്മീയ നേതാവ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവരെ കൊലപ്പെടുത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനും അമേരിക്കക്കുമാണ്. അവർ ഇളക്കിവിട്ട ക്രിമിനലുകളാണ് ഇത്തരമൊരു കൂട്ടക്കുരുതിക്ക് അവസരമൊരുക്കിയത്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ക്രിമിനലാണ് ട്രംപ്. ആ ട്രംപുമായിട്ട് ഒരു ഒത്തുതീർപ്പുമില്ല എന്ന അർത്ഥത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പരമോന്നത ആത്മീയ നേതാവ് തന്നെ നടത്തിയിരിക്കുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അനുരഞ്ജന സാധ്യതയെ പോലും അടയ്ക്കുന്ന വിധത്തിലുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായി. ഇപ്പോൾ അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണം പൊളിറ്റിക്കോക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ശക്തമായ പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. കാരണം രാജ്യത്തെ കൂടുതൽ ക്രമത്തിൽ മുന്നോട്ട് നയിക്കുകയാണ് ഇറാൻ ചെയ്യേണ്ടത്. പക്ഷെ അതിനു പകരം ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു സമീപനമാണുള്ളത്. തന്റെ ഭരണകൂടം ഇറാൻ മാതൃകയാക്കണം. കാരണം ഒരാളെ പോലും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇല്ലാതെ തന്നെ ഈ രാജ്യത്തെ അമേരിക്കയെ മുന്നോട്ട് നയിക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃകയാക്കുകയാണ് ഇറാനിലെ ഈ മതാത്മക ഭരണകൂടം ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടർന്നിരുന്ന പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഭരണകൂടം ഇനിയും കൈക്കൊണ്ടിട്ടില്ല. അതേസമയം സുരക്ഷാ നടപടികൾ വലിയ തോതിൽ തന്നെ ഇറാനിയൻ നഗരങ്ങളിൽ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് തിരിച്ചു വന്നതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുമെന്ന സൂചനയാണ് ഇറാൻ ഭരണകൂടം ഇന്ന് നൽകിയിരിക്കുന്നത്. അനീഷ, നാസർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ട്രംപ് പ്രതികരിച്ചിരുന്നത് മറ്റാരും ഇടപെട്ടത് കൊണ്ടല്ല, തന്റെ ഇഷ്ടപ്രകാരമാണ് ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതി അത് ഉപേക്ഷിച്ചത് എന്ന്. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം വരുന്നത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകൾ വരുന്നത്, കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. സാഹചര്യം കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കുകയാണ് എന്നാണോ യുഎസിന്റെ നടപടിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അനീഷ, ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. കാരണം സ്വന്തം നിലയ്ക്ക് തന്നെയാണ് ഈ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയത്. ഏതെങ്കിലും രാജ്യമോ വ്യക്തികളോ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താൻ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടൊരു തീരുമാനമെടുത്തത്. അതിൽ തനിക്ക് ഏറ്റവും ഗുണകരമായി തോന്നിയത് ഈ കൂട്ടക്കുരുതി നടത്തുന്നത്, പ്രത്യേകിച്ച് ആളുകളെ തൂക്കിലേറ്റാനുള്ള നടപടിയിൽ നിന്ന് ഇറാൻ ഭരണകൂടം പിൻവാങ്ങി. അത് നല്ലൊരു തീരുമാനമായി താൻ കാണുകയായിരുന്നു. അങ്ങനെ 800 പേരെങ്കിലും വധശിക്ഷയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്ര പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഇറാനിയൻ ഭരണകൂടം ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പോലും നടത്തിയിട്ടില്ല. പക്ഷേ 800-ലധികം പേർ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ ക്രെഡിറ്റ് തനിക്കുണ്ട് എന്ന അർത്ഥത്തിലാണ് ട്രംപ് ഇന്നലെ ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിലേക്കുള്ള യുദ്ധസന്നാഹങ്ങൾ കുറെ കൂടി വിപുലപ്പെടുത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണം, ഒരു ആസന്നമായിട്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആക്രമണ പദ്ധതി ഉണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നോ പെന്റഗൺ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഇനിയും ഉണ്ടായിട്ടുമില്ല. അനീഷ, നാസർ, ഒരു കാര്യം കൂടി, അതായത് US മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചത് എന്നാണ്. അത് US മാധ്യമങ്ങൾ തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ പ്രസ്താവന എത്ര കണ്ട് വിശ്വസനീയമാണ്?
തീർച്ചയായിട്ടും 3 ഗൾഫ് രാജ്യങ്ങൾ, ഖത്തർ, സൗദി അറേബ്യ, അതോടൊപ്പം തന്നെ ഖത്തറും സൗദി അറേബ്യയും ഒമാനും, ഈ 3 രാജ്യങ്ങളാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു നയതന്ത്ര ദൗത്യം ഇക്കാര്യത്തിൽ നടത്തിയത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. പക്ഷെ അതിന്റെ തുടർ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളായിരിക്കും. അത് ഇവിടുത്തെ പൊതുവായിട്ടുള്ള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തും. കാരണം ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് ഏറ്റവും നല്ലൊരു ബന്ധം രൂപപ്പെട്ട് ഇതേ സമയത്ത് ഒരു ആക്രമണത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്നത് ഗൾഫിലെ വിദേശികൾ ഉൾപ്പെടെയുള്ള ജനലക്ഷങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തിക നിക്ഷേപ മാർഗങ്ങളെയും ഇത് തുരങ്കം വെക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ 3 ഗൾഫ് രാജ്യങ്ങളും നൽകിയത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അമേരിക്കയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. ഇസ്രായേൽ നിലപാടെടുത്തത് പൊടുന്നനെയുള്ള ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി വന്നാൽ അത് താങ്ങാൻ നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സാവകാശം വേണ്ടതുണ്ട്, പൊടുന്നനെയുള്ള ഒരു ആക്രമണം വേണ്ട എന്ന് ഇസ്രായേലും നിർദ്ദേശിച്ചു എന്നാണ് അമേരിക്കൻ ഔദ്യോഗിക ഉദ്യോഗസ്ഥരെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഔദ്യോഗിക അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തൽക്കാലം ഒരു ആക്രമണം നടത്തുന്ന ആ പദ്ധതി ഉപേക്ഷിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏതായാലും ഇറാനിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്, പക്ഷേ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒപ്പം ആയത്തുള്ള അലി ഖാംനയി ട്രംപിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. അതിനിടെയാണ് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒമാൻ, ഫ്രാൻസ് വിദേശകാര്യമന്ത്രിമാർ ഫോൺ സംഭാഷണം നടത്തി. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീൻ ജോയൽ ബറോട്ടുമാണ് സംസാരിച്ചത്. പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായിരുന്നു സംഭാഷണം. എസ്കലേഷനെ പിന്തുണയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി എല്ലാ കക്ഷികളെയും ഒരുമിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരുവരും സംസാരിച്ചു. ട്രംപ് രൂപവത്കരിച്ച ഗസ സമാധാന സമിതിയിൽ ടോണി ബ്ലെയറും അംഗം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അംഗമാണ്. പുതുതായി രൂപം നൽകിയ ഗസ സമാധാന സമിതിയുടെ യോഗം സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ അടുത്ത ദിവസം തന്റെ അധ്യക്ഷതയിൽ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2ാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വന്ന ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ. വെടിനിർത്തൽ വേളയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 465ആയി. ഗസയിലേക്ക് സഹായ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ മാനുഷിക ദുരന്തം കൂടുതൽ വ്യാപകമാകുമെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവത്തിൽ സൈന്യം അന്വേഷണത്തിന് ഉത്തരവിട്ടു. MC നാസർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, പേരിന് മാത്രം 2ാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്, പക്ഷേ ആക്രമണത്തിൽ ഇപ്പോഴും അയവ് വന്നിട്ട്. അങ്ങനെയെങ്കിൽ 2ാം ഘട്ട വെടിനിർത്തലിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യം പ്രസക്തമല്ലേ? അലീസ, തീർച്ചയായിട്ടും 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് അമേരിക്ക കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രയോഗതലത്തിൽ ഇസ്രായേലിനെ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇനിയും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മധ്യസ്ഥ രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ വേണമെന്ന നിർദ്ദേശം അമേരിക്കക്ക് മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നോ മറ്റ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ ട്രംപ് രൂപീകരിച്ചിരിക്കുന്ന സമാധാന സമിതിയിൽ ഇറാഖ് അധിനിവേശത്തിൽ പങ്കെടുത്ത മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും അതിൽ അംഗമായിരിക്കുമെന്ന് ഇന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത് അറബ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ടോണി ബ്ലെയറിനെ ഇറാഖ് അധിനിവേശത്തിൽ പങ്കെടുത്ത ടോണി ബ്ലെയറിനെ ഇത്തരമൊരു സമിതിയിൽ കൊണ്ടുവരുന്നത് അറബ് ലോകത്ത് എതിരായിട്ടുള്ള ഒരു വികാരം രൂപപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ടോണി ബ്ലെയർ കൂടി ഇപ്പോൾ സമിതിയിൽ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ ഇന്ത്യൻ വംശജനും ലോകബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള അജയ് ബംഗ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ മരുമകനും ദീർഘകാല ഉപദേഷ്ടാവുമായിട്ടുള്ള ജറദ് കുഷ്ണർ എന്നിവരും ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത്. 7-അംഗ സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായിട്ട് ട്രംപ് തന്നെയായിരിക്കും പ്രവർത്തിക്കുക. വരുന്ന ആഴ്ചകളിൽ കൂടുതൽ നിയമനങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് കൂടി വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്.
ഗസ സ്വദേശിയും പലസ്തീൻ അതോറിറ്റിയിലെ മുൻ ഡെപ്യൂട്ടി മന്ത്രിയുമായ അലി ഷാത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ സമിതി പ്രവർത്തിക്കുകയെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ടോണി ബ്ലെയർ ഒഴികെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു പക്ഷേ പലസ്തീൻ ജനതയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ടോണി ബ്ലെയറിനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം തന്നെ അറബ് ലോകത്ത് രൂപപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ-സിസിയും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനും ഈ സമിതിയിൽ വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവർ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത രൂപപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടോണി ബ്ലെയർ, മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ ഈ ഗസ സമാധാന സമിതിയിൽ അംഗങ്ങളാണ്. അടുത്തയാഴ്ച യോഗം ചേരുമെന്ന് ട്രംപ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടും റഫാ അതിർത്തി തുറക്കുന്നതിലും കൂടുതൽ സഹായം എത്തിക്കുന്ന കാര്യത്തിലും ഒന്നും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അല്ലെങ്കിൽ ഇനിയും കൂടുതൽ സാഹചര്യം സങ്കീർണമാകുമെന്ന് ഈ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് യോഗം ചേരുന്ന വേളയിൽ ഈ സാഹചര്യം കൂടി പരിഗണിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യമുണ്ടോ? അത്തരമൊരു നീക്കം ഉണ്ടാകണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം തന്നെ ആയിരിക്കും ദാവോസിൽ, സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ യോഗം ചേരുന്നത്. ട്രംപ് തന്നെയായിരിക്കും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പലസ്തീൻ കൂട്ടായ്മകളും മധ്യസ്ഥ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് റഫാ അതിർത്തി തുറന്ന് കൂടുതൽ സഹായ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കണം. കാരണം 2 കൊല്ലത്ത് നീണ്ട പിന്നെ യുദ്ധത്തിന്റെ ദുരിതങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭം വരുത്തി വെച്ചിരിക്കുന്ന വലിയ വിനകൾ, ഈ ഒരു സാഹചര്യത്തിൽ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള ഈ അവസ്ഥ മറികടക്കണമെങ്കിൽ ഉദാരമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. താൽക്കാലിക ടെന്റുകളും ഉപകരണങ്ങളും മരുന്നും വെള്ളവും ഭക്ഷണവും ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ ഗസയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ മാനുഷിക ദുരന്തം വലിയ വ്യാപ്തിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് മധ്യസ്ഥ രാജ്യങ്ങളും പലസ്തീൻ കൂട്ടായ്മകളും ഒക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണുമെന്ന ഒരു പ്രതീക്ഷയിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അവരുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. ശരി, ഏതായാലും ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടും അതിനിടയിലും ആക്രമണം തുടരുന്നുണ്ട്. ഗസ സമാധാന സമിതിയുടെ യോഗം അടുത്തയാഴ്ച ചേരുമെന്ന് ട്രംപ് അറിയിക്കുന്നു. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ ആരംഭിച്ചതിനെ കുവൈത്ത് സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പ്രമേയം നടപ്പിലാക്കുന്നതിനായി ഗസയിൽ താൽക്കാലിക പലസ്തീൻ ദേശീയ സമിതി രൂപീകരിച്ചതിനെ കുവൈത്ത് അഭിനന്ദിച്ചു. കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഖത്തർ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ ഇടപെടലുകളും ശ്രമങ്ങളും അഭിനന്ദിക്കുന്നതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന്റെ 35 വർഷം അനുസ്മരിച്ച കുവൈത്ത് 1991 ജനുവരി 17 ആരംഭിച്ച സഖ്യസേനയുടെ ആക്രമണമാണ് കുവൈത്ത് വിമോചനത്തിന് വഴിയൊരുക്കിയത്. ഇറാഖി അധിനിവേശത്തിൽ നിന്ന് കുവൈത്തിനെ മോചിപ്പിക്കാൻ US നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സഖ്യസേനയാണ് ആക്രമണം ആരംഭിച്ചത്. 1990 ഓഗസ്റ്റ് 2 നടന്ന അധിനിവേശത്തിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ ഇറാഖിനെ പിന്മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. കാലാവധി കഴിഞ്ഞിട്ടും ഇറാഖ് പിന്മാറാത്തതോടെയാണ് സൈനിക നീക്കത്തിലേക്ക് സഖ്യസേന കടന്നത്. 1991 ഫെബ്രുവരി 24 കരസേനാ മുന്നേറ്റവും ഫെബ്രുവരി 27 കുവൈത്ത് വിമോചന പ്രഖ്യാപനവും നടന്നു. കുവൈത്ത് ജനതയുടെ പ്രതിരോധ ശക്തിയെയും രാജ്യത്തിന്റെ പരമാധികാരം തിരിച്ചുപിടിച്ച ചരിത്ര നിമിഷങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഇന്നത്തേത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഔദ്യോഗിക സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ദോഹയിലെത്തി. ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മന്ത്രി സഅദ് ബിൻ ഷരീദ അൽ കൗബി, ഖത്തറിലെ കാനഡ അംബാസിഡർ കരീം മോർക്കോസ് എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയങ്ങൾ കാർണി ഖത്തർ നേതൃത്വവുമായി ചർച്ച ചെയ്യും. സി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. സർക്കാർ സേവനങ്ങൾക്ക് ഈടാക്കുന്ന നിരക്കുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഖത്തർ നീതിന്യായ മന്ത്രാലയം. നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി. മന്ത്രിസഭയുടെ തീരുമാനപ്രകാരമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്. പുതിയ ചട്ടപ്രകാരം മന്ത്രാലയങ്ങൾ, മറ്റു പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ പേരിലുള്ള നോട്ടറൈസേഷൻ ഫീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. സംഭാവനകൾ, ചാരിറ്റി ആവശ്യങ്ങൾക്കുള്ള വിൽപത്രങ്ങൾ എന്നിവയ്ക്കും ഫീസില്ല. കമ്പനികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ആദ്യത്തെ നോട്ടറൈസേഷനും കരാറുകൾക്കും ഭരണഘടനാ രേഖകൾക്കും ഫീ നൽകേണ്ടതില്ല. അവകാശികൾ തമ്മിലുള്ള ഒത്തുതീർപ്പുകൾ അടക്കം കുടുംബ കോടതി പുറപ്പെടുവിക്കുന്ന അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട രേഖകൾക്കും ഫീ ഒഴിവാക്കി. നിരവധി മേഖലകളിലെ സേവന നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.
ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണിയുടെ ഫീ 300 റിയാലിൽ നിന്ന് 100 ആക്കി കുറച്ചു. കൃഷിസ്ഥലങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഈടാക്കുന്ന ഫീ വിപണി മൂല്യത്തിന്റെ 0.25 ആക്കി. നേരത്തെ ഇത് 1% ടൈറ്റിൽ ഡീഡ് റീപ്ലേസ്മെന്റ് ഫീ 500 നിന്ന് 100 ആക്കി. ടൈറ്റിൽ ഡീഡ് ഇഷ്യൂ ചെയ്യാനുള്ള ഫീ 300 റിയാലിൽ നിന്ന് 100 ആക്കി കുറച്ചു. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനുള്ള ഫീ 100 നിന്ന് 50 ആക്കി കുറച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അപേക്ഷകന്റെ വീട്ടിലെത്തി സേവനം നൽകാനുള്ള ഫീ 1000 നിന്ന് 200 റിയാലാക്കി കുറച്ചു. 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ സേവനം ലഭ്യമാകുക. ഭിന്നശേഷിക്കാർക്കും സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെട്ടവർക്കും ഈ സേവനത്തിന് ഫീസില്ല. മീഡിയ 1 ദോഹ. ബഹ്റൈനിൽ അറാദ് മേഖലയിലെ ഒരു സ്വകാര്യ ഹെറിറ്റേജ് വില്ലേജിൽ ഉണ്ടായ തീപിടുത്തം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ അണച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തീപിടുത്ത വിവരം ലഭിച്ച ഉടൻ സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ സ്ഥലത്തെത്തുകയും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. തീപിടുത്തത്തെ തുടർന്ന് സമീപത്തെ ഒരു കെട്ടിടത്തിനും അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിൽ ഹെറിറ്റേജ് വില്ലേജിന്റെ വലിയൊരു ഭാഗം നശിച്ചിട്ടുണ്ട്. സൗദിയിലെ അൽ ജൗഫ് അന്താരാഷ്ട്ര ഓലിവ് ഫെസ്റ്റിവലിൽ സന്ദർശകരുടെ ഒഴുക്ക് 8 ദിവസത്തിനിടെ എത്തിയത് 1 ലക്ഷത്തിലധികം സന്ദർശകരാണ്. മേളയിൽ നിരവധി പവലിയനുകളും മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലെ ഏറ്റവും വലിയ ഒലീവ് ഉൽപാദന കേന്ദ്രമായി മാറിയ അൽ ജൗഫിലാണ് ഒലീവ് ഫെസ്റ്റിവൽ. 8 ദിവസത്തിനിടെ ഫെസ്റ്റിവൽ സന്ദർശിച്ചത് 1 ലക്ഷത്തിലധികം പേർ. മേളയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും സന്ദർശകർ എത്തുന്നത്. ജനപ്രിയമായി മാറിയ ഫെസ്റ്റിവലിന്റെ 19ാം എഡിഷനാണ് അൽ ജൗഫ് പ്രവിശ്യയിലെ പ്രധാന നഗരമായ സഖാക്കയിൽ നടക്കുന്നത്. ിലധികം വൈവിധ്യമാർന്ന പവിലിയനുകളാണ് ഈ വർഷത്തെ പ്രത്യേകത. സാംസ്കാരിക വിനോദ പരിപാടികളും ഒലിവ് കൊണ്ടുള്ള പാചക മത്സരങ്ങളും മേളയുടെ ഭാഗമാണ്. ഒലീവ് ഉൽപാദനത്തിലെ പുതിയ ട്രെൻഡുകൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, കാർഷിക രീതികൾ, ഭക്ഷണ സുരക്ഷ, ആരോഗ്യ ഗുണങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന സെഷനും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ജിദ്ദ. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് സംവിധായകൻ കമൽ. നീതി നടപ്പായില്ലെന്ന് അവർ പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക തന്നെയാണ് വേണ്ടത്. എല്ലാ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളും സിനിമയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അത് വിദഗ്ധമായി ഉപയോഗിക്കാൻ ശ്രമം നടത്തി. എന്നാൽ അതൊന്നും കൂടുതൽ കാലം നിലനിൽക്കില്ല. സിനിമയുടെ നഷ്ടക്കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടുന്നതിനോട് യോജിപ്പില്ല എന്നും കമൽ മസ്കത്തിൽ മീഡിയ 1 പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ കമൽ മീഡിയ 1 ചേരുകയാണ്. ഈ അതിജീവിത വിഷയത്തിൽ സാറാണ് പ്രതികരിച്ചത്. സംവിധായകൻ പ്രതികരിച്ചു എന്നുള്ള രീതിയിൽ നീതി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴും അതിൻ്റെ ഇത് എങ്ങനെയാണ്? അല്ല, നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ്, അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് അവർക്ക് തോന്നുന്നിടത്തോളം കാലം നീതി നടപ്പായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന വളരെ അടുപ്പമുള്ള ആളാണല്ലോ അതിജീവിതം. ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ നിരാശയും ദുഃഖവും എല്ലാം ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പുറത്ത് ദിലീപ് ഇതിൻ്റെ അകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നിയമം തന്നെയാണ് അതിൻ്റെ വഴിക്ക് അതിൻ്റെ തീരുമാനം ഉണ്ടാകേണ്ടത്. അത് നമുക്കറിയില്ല, അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അത് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രൊപ്പഗണ്ട സിനിമകൾ വരുന്നു, ഒരുപാട് വരുന്നു. അതേപോലെ തന്നെ ഈ സെൻസർഷിപ്പ് കത്രിക വെക്കൽ കൂടുതലാവുന്നു. ഇതിനെ സാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ. പ്രൊപ്പഗാൻഡ സിനിമയെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ സിനിമ തുടങ്ങിയ കാലത്താണ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയൊക്കെ സിനിമകൾ വന്നിരുന്നത്. അതാണ്. പിന്നെ ഓരോ കാലഘട്ടത്തിലും ഈ ഏകാധിപതികളും ഈ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും ഒക്കെ തന്നെ
എല്ലാ മീഡിയനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിറ്ററേച്ചറിനായാലും ശരി, സിനിമയും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലിപ്പോൾ അവർ വളരെ തന്ത്രപരമായിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചറിഞ്ഞു തുടങ്ങി എന്താണ് ഈ പ്രോപ്പഗാൻഡ സിനിമ എന്നുള്ളത് തിരിച്ചറിയുക. അതിൻ്റെ ഫൂളിഷ്നെസ്സും അതോടൊപ്പം തന്നെ അത് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളും ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രകടനമായിരുന്നല്ലോ കേരള സ്റ്റോറിമാനുള്ള ഒരു സിനിമ കേരളത്തെക്കുറിച്ച് ഉണ്ടാക്കുക, അത് കേരളത്തിൽ കൊണ്ട് തന്നെ പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടായത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് അധികം കാലം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ വഴിക്കും അങ്ങ് പോകും. പിന്നെ സിനിമ എന്ന മാധ്യമത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഏത് മാധ്യമത്തെയും പോലെ തന്നെ അത് മോശമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ല, അസോസിയേഷൻ അങ്ങനെ കണക്ക് പുറത്തു വിടുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കും. കാരണം ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർമാരാണ്, അവരുടെ നഷ്ടവും അവരുടെ ലാഭവും അവർ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ അവരാണല്ലോ അത് ഓൺ ചെയ്യേണ്ടതും അതിനെ ഡിസോൺ ചെയ്യേണ്ടതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആ ജോലി ഏറ്റെടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ ഈ 100 കോടി ക്ലബ്ബിൽ കയറുമ്പോൾ 100 കോടി പ്രൊഡ്യൂസറുടെ കയ്യിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് സത്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഈ ഗ്രോസ് കളക്ഷൻ വെച്ചിട്ടാണ് ഈ 100 കോടി എന്ന് കണക്കാക്കുന്നത്. അത് ടാക്സും തിയേറ്ററുകാരുടെ പൈസയും ഡിസ്ട്രിബ്യൂട്ടർ പൈസയും എല്ലാം കഴിച്ചിട്ട് വളരെ അതിൻ്റെ 30% 35% പ്രൊഡ്യൂസർക്ക് വരുന്നതെന്ന് പറയുന്നത്. മുൻകാലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. തന്റെ 3 മലയാള സിനിമകളുടെ ചിത്രീകരണം കേരളത്തിൽ ഉടൻ ആരംഭിക്കുമെന്ന് ദുബായിലെ വ്യവസായിയും നിർമ്മാതാവുമായ കണ്ണൻ രവി അറിയിച്ചു. തമിഴ് ചിത്രമായ തലൈവർ തമ്പി തലൈമയലിന്റെ വിജയാഘോഷത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സിനിമകളിലൊന്ന് മലയാളിയായ രാജ് പ്രഭാവതി മേനോൻ സംവിധാനം ചെയ്യും. തമിഴ് താരം സിബി സത്യരാജ് വില്ലൻ വേഷം കൈകാര്യം ചെയ്യും. 3 സിനിമകളിലും കന്നഡ, തമിഴ്, മലയാളി താരങ്ങൾ വേഷമിടുമെന്നും കണ്ണൻ രവി പറഞ്ഞു. നടൻ കൈലാഷും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. വാർത്തയിലേക്ക്. ഒമാന്റെ പൊതുഗതാഗത സംവിധാനമായ മുവാസലാത്ത് ഉപയോഗിക്കുന്നവരിൽ വർധന. കഴിഞ്ഞ വർഷം മുവാസലാത്ത് ബസ് സർവീസ് ഉപയോഗപ്പെടുത്തിയത് 50 ലക്ഷത്തിലധികം യാത്രക്കാരാണ്. നിലവിൽ മസ്കത്തിലും സലാലയിലും സേവനം നൽകുന്ന മുവാസലാത്ത് നിസ്വയിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഒമാൻ ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്ത് ബസ് സർവീസിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. 2025 സർവീസ് ഉപയോഗപ്പെടുത്തിയത് 50 ലക്ഷത്തിലധികം യാത്രക്കാരെന്നാണ് കണക്കുകൾ. ഗതാഗത മന്ത്രാലയമാണ് പുതിയ കണക്ക് പുറത്തുവിട്ടത്. നിലവിൽ മസ്കത്തിൽ 12 റൂട്ടുകളിലും സലാലയിൽ 2 റൂട്ടുകളിലുമാണ് മുവാസലാത്തിന്റെ സർവീസ് ഉള്ളത്. വരുന്ന ആളുകളിൽ നിസ്വയിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഡിജിറ്റൽ ടിക്കറ്റ് പ്ലാറ്റ്ഫോം, IVMS ട്രാക്കിംഗ് സിസ്റ്റം, പൊതുഗതാഗത സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ മന്ത്രാലയം നിലവിൽ നടപ്പിലാക്കുന്നുണ്ട്. അതേസമയം 2050ഓടെ കാർബൺ ബഹിർഗമനം 0-ലെത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ മുവാസലാത്ത് ഇലക്ട്രിക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു തുടങ്ങിയിരുന്നു. 28 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ബസ്സുകൾ മണിക്കൂറിൽ 70 മുതൽ 130 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. മീഡിയ 1, മസ്കത്ത്. ഒമാനിലെ റുസാഖ് മേഖലയിൽ അപകടകരമായി വാഹനം ഓടിച്ചതിനെ തുടർന്ന് 8 ബൈക്കുകളും 2 കാറുകളും റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു. മറ്റ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാക്കുന്ന രീതിയിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഡ്രിഫ്റ്റിംഗ്, പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളെ തുടർന്നാണ് നടപടി. ഗവർണറേറ്റിലുടനീളം തുടരുന്ന നിരീക്ഷണങ്ങളുടെ ഭാഗമായാണ് അറസ്റ്റ്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പരിശോധന ശക്തമാക്കുമെന്നും ഡ്രൈവർമാർ ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ 4 വീൽ ഡ്രൈവ് വാഹന സംഗമം സംഘടിപ്പിച്ച് സൗദി അറേബ്യ. 7 കിലോമീറ്റർ നീളത്തിൽ 501 വാഹനങ്ങളാണ് റെക്കോർഡിനായി ഹായിലെ മരുഭൂമിയിൽ അണിനിരുന്നത്. സംഗമം ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിലും ഇടം പിടിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ സംഗമത്തിനാണ് ഹായിൽ മരുഭൂമി മൂകസാക്ഷിയായത്. അണിനിരന്നത് 7 കിലോമീറ്റർ നീളത്തിൽ 501 വാഹനങ്ങളാണ്. മരുഭൂമി ട്രാക്കിലായിരുന്നു 4 വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ മഹാസമ്മേളനം. ഹായിലിന്റെ വടക്കു പടിഞ്ഞാറുള്ള ചരിത്ര പ്രസിദ്ധമായ തുവാരൻ പ്രദേശത്തായിരുന്നു പരിപാടി. ഹാത്തിമുത്തായിയുടെ ചരിത്രമുറങ്ങുന്ന ആജാ താഴ്വരയിലൂടെയും തുവാരൻ പ്രദേശത്തിലൂടെയുമാണ് വാഹനങ്ങൾ പൊടിപറത്തി പറന്നുപോയത്. പ്രവിശ്യ ഗവർണർ പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സഅദ് ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു അപൂർവ സംഗമം. സൗദി ടൂറിസം അതോറിറ്റിയും ഹായിൽ പ്രവിശ്യ വികസന അതോറിറ്റിയും ചേർന്നാണ് മാർച്ച് സംഘടിപ്പിച്ചത്. 14 ഗവൺമെന്റ് അതോറിറ്റികളുടെ പിന്തുണയും മാർച്ചിനുണ്ടായിരുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
സൗദി മരുഭൂമി പ്രദേശങ്ങളിലൂടെ ചീറിപ്പറന്ന ദാക്കർ റാലിയിൽ ഖത്തറിന്റെ നാസർ അൽ അത്തിയയ്ക്ക് 6ാം കിരീടം. 48ാമത് ദാക്കർ റാലിയുടെ സമാപന ചടങ്ങുകൾക്ക് ചെങ്കടൽ തീരമായ യാംബുവാണ് സാക്ഷ്യം വഹിച്ചത്. ബൈക്ക് വിഭാഗത്തിൽ വെറും 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ലൂസിയാനോ ബെനവിഡസ് ചാമ്പ്യനായി. യാംബുവിൽ നിന്നും നിയാസ് യൂസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 2 ആഴ്ചയായി സൗദിയിലെ മണൽപ്പരപ്പുകളെ പൊടി പറത്തി ആവേശത്തിലാക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫ് റോഡ് മാമാങ്കമായ ദാക്കർ റാലി 2026 സൗദിയിലെ യാംബുവിൽ നിന്ന് തിരശ്ശീല വീഴുകയാണ്. മരുഭൂമിയിലെ കഠിനമായ പാതകളിലൂടെ 7994 കിലോമീറ്റർ താണ്ടി എത്തിയ സാഹസികർ. അവർക്ക് യാംബുവിൽ ആവേശകരമായ സ്വീകരണം. കാർ വിഭാഗത്തിൽ തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ ഡാസ്യ ടീമിന്റെ നാസർ ലത്തിയ ഒരിക്കൽ കൂടി മരുഭൂമിയിലെ തന്റെ അപ്രമാദിത്യം തെളിയിച്ചു. കരിയറിലെ 6ാം കിരീട നേട്ടം. ദാക്കർ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടുന്ന 2ാമത്തെ താരം. അങ്ങനെ റെക്കോർഡ് നേട്ടത്തോടെ കിരീടം. കോഡ് ടീമിന്റെ നാനി റോമയിൽ നിന്നും മത്യാസ് എക്സ്ട്രോമിൽ നിന്നും കടുത്ത വെല്ലുവിളിയായിരുന്നു. എങ്കിലും 12ാം ഘട്ടത്തിൽ നിർണായക പ്രകടനം അത്യയുടെ വിജയം ഉറപ്പിച്ചു. ബൈക്ക് വിഭാഗത്തിൽ കണ്ടത് ദാക്കർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഫിനിഷിംഗ്. അവസാന നിമിഷം വരെ മുന്നിലായിരുന്ന ഹോണ്ടയുടെ റിക്കി ബ്രോബക്കിനെ വെറും 2 സെക്കൻഡിന് പിന്നിലാക്കി KTM താരം ലൂസിയാനോ ബെനവിഡസ് കിരീടം തട്ടിയെടുത്തു. ദാക്കർ റാലി ക്ഷണിതാക്കളായി കേരളത്തിൽ നിന്നും റേസിംഗ് വിദഗ്ധർ എത്തിയിരുന്നു. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അഡ്രിനാലിൻ റഷ് ആണ് ഈ ഒരു ഡാക്കാറിന് വരുമ്പോൾ കിട്ടും. നിങ്ങൾക്ക് തന്നെ കാണാം വ്യത്യസ്തമായിട്ടുള്ള ഓരോ മെഷീനുകൾ. ഇപ്പോ റാലി ബൈക്ക് മുതൽ കോഡ്, അതുപോലെ തന്നെ ട്രക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ ട്രക്കിന്റെ റേസ് ഒന്നും കാണാനുള്ള ഒരു സ്കോപ്പ് നമുക്കില്ല. ഇവിടെ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ട്രക്കുകളും ആ ട്രക്കിന്റെ അകത്തുള്ള സജ്ജീകരണങ്ങൾ, ഇതിന് കംപ്ലീറ്റ് റോഡ് ബുക്കും സെറ്റപ്പും കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. ഹീറോ മോട്ടോർ സ്പോർട്ടിനായി മത്സരിച്ച റോസ് ബ്രാഞ്ച് 8ാം സ്ഥാനത്തെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സാങ്കേതിക തകരാറുകൾ മൂലം പിന്മാറേണ്ടി വന്ന ഇന്ത്യൻ താരം സഞ്ജയ് തക്കാലെ ക്ലാസിക് വിഭാഗത്തിൽ പ്രോലോഗിലും ആദ്യഘട്ടത്തിലും 1ാമതെത്തി ദാക്കറിൽ ഒരു ഘട്ടം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി. മനുഷ്യനും വാഹനവും ഒരുപോലെ പരീക്ഷിക്കപ്പെട്ട ഈ പോരാട്ടം താൽക്കാലികമായി ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത വർഷം പുതിയ റെക്കോർഡുകളുമായി വീണ്ടും തിരിച്ചെത്തുമുള്ള പ്രതീക്ഷയിലാണ് ദാക്കർ പോരാളികൾ. യാംബുവിൽ നിന്നും ക്യാമറ പേഴ്സൺ രാജുവിനൊപ്പം നിയാസ് യൂസഫ്, മീഡിയ 1. ടൂറിസം മേഖലയിൽ ഖത്തർ ഈ വർഷവും മുന്നേറ്റം കൈവരിക്കുമെന്ന റിപ്പോർട്ട്. വ്യോമയാന സൗകര്യങ്ങളും അന്താരാഷ്ട്ര പരിപാടികളുമാണ് ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുക. വിസ നടപടികൾ ലളിതമാക്കിയത് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുമെന്നാണ് കരുതുന്നത്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ ട്രാവൽ ട്രെൻഡ്സ് റിപ്പോർട്ടിലാണ് ഖത്തർ ടൂറിസം മേഖലയിലെ കുതിപ്പ് തുടരുമെന്ന് പറയുന്നത്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൂട്ട് ശൃംഖല, ക്രൂയിസ് ടൂറിസം, പശ്ചാത്തല അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനവ്, അന്താരാഷ്ട്ര കലാ കായിക മേളകൾ എന്നിവയാണ് സഞ്ചാരികളെ ഖത്തറിലേക്ക് ആകർഷിക്കുക. ഫിഫ ലോകകപ്പിന് ശേഷം ആഗോളതലത്തിൽ രാജ്യത്തിനുണ്ടായ സ്വീകാര്യത ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാക്കിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം മാറിയത് ട്രാൻസിറ്റ് സ്റ്റോപ്പ് ഓവർ യാത്രക്കാരുടെ എണ്ണത്തിൽ വളർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് രാജ്യത്തെ ആഡംബര ഹോട്ടലുകളുടെ വരുമാനത്തിലും താമസക്കാരുടെ എണ്ണത്തിലും വർധനവിന് കാരണമായി. കഴിഞ്ഞ വർഷം 50 ലക്ഷത്തിലേറെ സന്ദർശകരെയാണ് ഖത്തർ വരവേറ്റത്. GCC രാഷ്ട്രങ്ങളിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ. 5 വർഷത്തിനുള്ളിൽ GDPയുടെ 12% ടൂറിസം മേഖലയിൽ നിന്ന് കണ്ടെത്താനാണ് ഖത്തർ ലക്ഷ്യമിടുന്നത്. മീഡിയ 1, ദോഹ. ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ കയറ്റുമതി രാജ്യമായി മാറി സൗദി അറേബ്യ. 133 രാജ്യങ്ങളിലേക്കാണ് നിലവിൽ കയറ്റുമതി. 19 ലക്ഷം ടണ്ണിലധികമാണ് സമീപകാലത്തെ മാത്രം ഈന്തപ്പഴ ഉൽപാദനം. സൗദിയിൽ 3.1 കോടിയിലധികം ഈന്തപ്പനകളുണ്ട്. ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ടൺ ഈന്തപ്പഴമാണ്. നിലവിൽ ഈന്തപ്പഴ കയറ്റുമതിയിൽ സൗദി അറേബ്യ ആഗോളതലത്തിൽ 1ാമതെത്തിയിരിക്കുകയാണ്. 133 രാജ്യങ്ങളിലേക്ക് സൗദി ഈന്തപ്പഴം കയറ്റുമതി ചെയ്യുന്നുണ്ട്.
സമീപകാലത്ത് രാജ്യത്തിന്റെ ഈന്തപ്പഴ ഉൽപാദനം 19 ലക്ഷം ടൺ കവിഞ്ഞെന്നാണ് കണക്ക്. കയറ്റുമതി മൂല്യം ഏകദേശം 170 കോടി റിയാലിലെത്തുകയും ചെയ്തു. സൗദി ഈന്തപ്പഴ കമ്പനികൾ ലോകമെമ്പാടുമുള്ള 1500-ലധികം റീറ്റെയിൽ ശാഖകളിൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മദീന, ഖസീം, അൽഹസ, ഹായിൽ, തബൂക്ക് തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ. അജ്വ, സുക്കരി, ഖലാസ്, സഖായ്, മബ്രൂം, അംബാർ തുടങ്ങിയ ഇനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ളവയാണ്. ആധുനിക കൃഷി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചതും കയറ്റുമതിക്ക് പ്രത്യേക പിന്തുണ നൽകുന്ന സർക്കാർ നയങ്ങൾ തുടങ്ങിയവ വിപണിയുടെ ഊർജത്തിന്റെ കാരണമായി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ പാഴാക്കുന്ന ഭക്ഷണത്തിന്റെ തോതിൽ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടേതാണ് വെളിപ്പെടുത്തൽ. 18% 16 കുറഞ്ഞതായി അതോറിറ്റി വ്യക്തമാക്കി. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നഷ്ടസൂചികയിലും കുറവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. സൗദിയിൽ ഭക്ഷണം പാഴാക്കുന്നതിൽ കുറവ് രേഖപ്പെടുത്തിയതായി പുതിയ റിപ്പോർട്ട്. പാഴാക്കുന്ന ഭക്ഷണത്തോത് 15.8% കുറഞ്ഞതായി ഭക്ഷ്യസുരക്ഷാ ജനറൽ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 2019 ഇത് 18.9% കുറവ്. ഒപ്പം ഭക്ഷ്യനഷ്ട സൂചികയിലും കുറവ് രേഖപ്പെടുത്തി. 14.2% നിന്ന് 12.1% നഷ്ടം കുറഞ്ഞു. വിളവെടുപ്പ്, സംഭരണം, വിതരണം, ഉപഭോഗം എന്നീ ഘട്ടങ്ങളിലെ ഭക്ഷ്യ സംസ്കരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിച്ചതാണ് നഷ്ടം കുറയാൻ ഇടയാക്കിയത്. ഭക്ഷ്യനഷ്ടത്തിന്റെയും പാഴാക്കലിന്റെയും ശരാശരി പ്രതിശീർഷ വിഹിതം 155 കിലോയിലെത്തിയതായും അതോറിറ്റി വ്യക്തമാക്കി. ഇതിൽ 67.2 കിലോ ഭക്ഷ്യനഷ്ടവും 87.8 കിലോ ഭക്ഷ്യ മാലിന്യവും ആയാണ് നഷ്ടം രേഖപ്പെടുത്തുന്നതെന്നും അതോറിറ്റി വിശദീകരിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിൽ അടുത്ത ദിവസങ്ങളിൽ രാവിലെ താപനിലയിൽ കുത്തനെ ഇടിവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. താപനില ഏകദേശം 3 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാനും ചില പ്രദേശങ്ങളിൽ 0 അതിലും താഴെ എത്താനും സാധ്യതയുണ്ടെന്ന് വകുപ്പ് അറിയിച്ചു. പ്രത്യേകിച്ച് കാർഷിക മേഖലകളിലും മരുഭൂമി പ്രദേശങ്ങളിലുമാണ് തണുപ്പ് കൂടുതൽ ശക്തമായി അനുഭവപ്പെടുക. അതിരാവിലെ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കുവൈത്തിലെ മുബാറക് ആശുപത്രിയിലെത്തിയ അജ്ഞാത മൃതദേഹം സംബന്ധിച്ച കേസിൽ 2 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു. മരിച്ച സുഹൃത്തിന്റെ മൃതദേഹം വീൽചെയറിൽ ആശുപത്രിയിലെത്തിച്ച ജീവനക്കാരന് കൈമാറിയ ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടുകയായിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ മരണം സ്വാഭാവികമാണെന്ന് സ്ഥിരീകരിച്ചു. വിസ കാലാവധി കഴിഞ്ഞതിനാൽ നിയമ നടപടി ഭയന്നാണ് മൃതദേഹം ഉപേക്ഷിച്ചതെന്നും കണ്ടെത്തി. പ്രതികൾ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ഫുജൈറയിൽ ഇന്ത്യ ഫെസ്റ്റ് സംഘടിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് UAE പ്രവാസി സമൂഹത്തിനായി സംഘടിപ്പിച്ച മേള കലാ-സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിന് കൂടിയായി വേദിയായി. പ്രമുഖ വ്യവസായി MA യൂസുഫ് അലിയെയും ചടങ്ങിൽ ആദരിച്ചു. ഫുജൈറ എക്സ്പോ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രമുഖ വ്യവസായിയായ യൂസഫ് അലി ഉൾപ്പെടെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അങ്ങനെ വലിയൊരു പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഫുഡ് ഫെസ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണ വിഭവങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇത്തരം സ്റ്റോളുകൾ വലിയൊരു പ്രത്യേകത തന്നെയാണ് ഈ ഒരു പരിപാടിയുടെ. ഒരുപാട് മലയാളികളും ഈ ഒരു ചടങ്ങിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താ പേര്? എൻ്റെ പേര് ജോസ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ പരിപാടി? അടിപൊളി പരിപാടിയാണ്. നല്ല വൈബാണ് ഇവിടെ. രാത്രി നല്ല തണുപ്പുമുണ്ട്, അതുപോലെ കാറ്റുണ്ട്, എല്ലാം നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്, ഫുഡ് സെറ്റാണ്. പരിപാടി ഗംഭീരം. പ്രത്യേകിച്ച് യൂസഫ് അലി സാർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാരെ കുറിച്ചും ഇന്ത്യക്കാർക്കും നല്ലൊരു അഭിമാനം. ഫുഡൊക്കെ അടിപൊളി ഫുഡ്, നാടൻ ഫുഡാണ്. പിന്നെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ്. യൂസഫ് അലി സാറിനെ അടുത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എനിക്ക് ഇന്നത്തെ പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ അല്ലേ? വൈബ് പൊളി. അതെ അതെ അതെ. ഉഗ്രൻ ഗാനമേളൊക്കെ വരുന്നുണ്ട്, നല്ല ഡാൻസ് ആയിരുന്നു. പിന്നെ യൂസഫ് അലിയൊക്കെ വന്ന് നല്ല സെറ്റ് പരിപാടിയായിരുന്നു. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അടിപൊളി അടിപൊളി. യെസ്, ഞങ്ങൾ യൂഷ്വലി വരാറുണ്ട്. ഫുഡൊക്കെ അടിപൊളി. പിന്നെ അടിപൊളിയല്ലേ? സൂപ്പറായിട്ട്. അതെ അതെ അതെ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണ വിഭവങ്ങളുടെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഒരു സംഗമ ഭൂമിയായി ഫുജൈറയിൽ നടക്കുന്ന ഇന്ത്യ ഫെസ്റ്റ് മാറി. ഫുജൈറയിൽ നിന്ന് യാസർ അറഫാത്തിനൊപ്പം അക്ഷയ് പെറാവർ, മീഡിയ 1.
ഖത്തർ ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന ഖത്തർ റൺ ജനുവരി 30-ന് ആസ്പെയർ പാർക്കിലാണ് റൺ അരങ്ങേറുക. റണ്ണിന്റെ ഇവന്റ് ലോഞ്ച് ദോഹയിലെ സംസം മന്തി റെസ്റ്റോറന്റിൽ നടന്നു. അഷ്റഫ് ചിറക്കൽ, EP അബ്ദുറഹ്മാൻ, ജൊറീസ് സാബു ബഷീർ, സന്ദീപ് ജി നായർ, AC മുനീഷ്, E അർഷദ് എന്നിവർ ചേർന്ന് ഇവന്റ് ലോഗോ പ്രകാശനം ചെയ്തു. വെങ്കിടേഷ്, ഹാരിഷ് വള്ളൽ, RJ നിസ തുടങ്ങിയവർ സംസാരിച്ചു. ഖത്തർ റണ്ണിന്റെ 7ാം പതിപ്പാണ് ഇത്തവണത്തേത്. അപകടത്തിൽ കൈകൾ നഷ്ടപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൃത്രിമ കൈകൾ ലഭ്യമാക്കി ആസ്റ്റർ DM ഫൗണ്ടേഷനും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മിഡ് ടൗണും. എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കൈകൾ കൈമാറി. അസിസ്റ്റന്റ് ജില്ലാ കളക്ടറുടെയും പീസ് വാലി ഫൗണ്ടേഷന്റെയും ഇടപെടലിലൂടെയാണ് ഇവരിലേക്ക് സഹായം എത്തിയത്. UAE പ്രമുഖ റോസ്റ്ററി സ്ഥാപനമായ അൽ റാഹിയുടെ 100ാമത്തെ ഷോറൂം ഷാർജയിൽ തുറന്നു. ഷാർജ മുവൈലയിൽ പാണക്കാട് അസീൽ അലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ ഷോറൂമുകളും പുതിയ ഫാക്ടറിയും ഉടൻ തുറക്കുമെന്ന് അൽ റാഹി MD തൻവീർ താജുദ്ദീൻ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നൌഷാദ് കോറോത്ത്, അജ്മൽ അസീസ് എന്നിവർ പങ്കെടുത്തു. AK ഫൈസൽ, AK മുസ്തഫ, മുഹമ്മദ് മദനി, ഷാഫി PP, ഹാരിസ് മൂപ്പൻ, PK ഹംസ, അഷീൽ തുടങ്ങിയവർ അതിഥികളായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഗുണമേന്മയുള്ള നട്ട്സുകൾ, ഈത്തപ്പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ, സ്പൈസസുകൾ, കോഫി പൗഡറുകൾ, ചോക്ലേറ്റുകൾ എന്നിവ ഹോൾസെയിൽ റീറ്റെയിൽ വിപണിയിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് അൽ റാഹി. നമ്മുടെ നെക്സ്റ്റ് മന്ത് തന്നെ നാളെ നമുക്കൊരു പുതിയൊരു ഓപ്പണിംഗ് ഉണ്ട് അൽജർഫി അജ്മാനിൽ വെച്ചിട്ട്. അത് നമ്മുടെ 101ാമത്തെ ഔട്ട്ലെറ്റാണ്. ഇൻഷാല്ല നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് ഏകദേശം 5-6ഓളം ഔട്ട്ലെറ്റ് പൈപ്പ് ലൈനിൽ വരുന്നുണ്ട്. ഇൻഷാല്ല നെക്സ്റ്റ് മന്ത് നമുക്ക് നമ്മുടെ പുതിയ ഫാക്ടറി വരുന്നുണ്ട്. അവിടെ നിലവിലുള്ളതിനേക്കാളും 5 ഇരട്ടി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഏകദേശം 50,000 സ്ക്വയർ ഫീറ്റിലുള്ള സെൻട്രൽ വെയർഹൗസും ഫാക്ടറിയും നമുക്ക് അജ്മാനിൽ പുതുതായിട്ട് നെക്സ്റ്റ് മന്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അൽ റാഹി ടേസ്റ്റ് ഓഫ് ഡിലൈറ്റ്സ് ശരിക്ക് കേരളം മലബാർ തന്നെ അറിയപ്പെട്ടത് സ്പേസസിലൂടെയാണ് ശരിക്ക്. അപ്പോൾ സ്പേസസിൻ്റെ ട്രേഡ് നട്ട്സും ഹെൽത്തിയർ ന്യൂട്രിഷ്യസ് ഉൽപ്പന്നങ്ങളുടെ ഒരു വമ്പിച്ച ഇനീഷ്യേറ്റീവാണ് അൽ റാഹി ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മലബാറിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ അറബി മണലാരണ്യത്തിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ നല്ല പാക്കേജിങ്ങും പ്രോസസ്സിങ്ങും ക്വാളിറ്റിയും ഒക്കെ ഓറിയൻ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച യൂണിറ്റുകൾ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് പടുത്തുയർത്തി ലോകോത്തര ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് ആദ്യത്തെ 100 ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മെനി ഹൺഡ്രഡ്സിൻ്റെ തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തൃശൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ മരിച്ചു. ഒല്ലൂർ സ്വദേശി രാജീവ് മങ്കുഴിയാണ് മരിച്ചത്. 4 വർഷത്തോളമായി ബഹ്റൈനിൽ പ്രവാസിയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ബഹ്റൈൻ KMCCയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി വിദ്യാർത്ഥി അബുദാബിയിൽ മരിച്ചു. ബനിയാസ് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയും പെരുമ്പാവൂർ കരുവാട്ട് ഇർഫാൻ അസ്ന ദമ്പതികളുടെ മകനുമായ ഫൈസാനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 10:30 പെരുമ്പാവൂർ മട്ടക്കാട്ടുപടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും.